ചെങ്ങന്നൂർ തിരുവൻവണ്ടൂർ ഇരമല്ലിക്കര പ്രാവിൻകൂട് റോഡിൽ കീത്തലപ്പടിക്കൽ സ്ഥാപിച്ചിരിക്കുന്ന സുരക്ഷാവേലിയില്ലാത്ത ട്രാൻസ്ഫോർമർ ഭീതി പരത്തുന്നു. യാത്രക്കാർ നടന്നു പോകുന്ന റോഡരികിൽ തന്നെയാണ് KSEBയുടെ ട്രാൻസ്ഫോർമർ സ്ഥാപിച്ചിരിക്കുന്നത്. ട്രാൻസ്ഫോർമർ ഫ്യൂസ് കാരിയർ സ്ഥാപിക്കുമ്പോൾ സംരക്ഷണ കവചം കൂടി നിർമ്മിക്കണമെന്നുള്ളത് ഇവിടെ പാലിച്ചിട്ടില്ലെന്നാണ് പരാതി. തിരുവൻവണ്ടൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, UP, LP എന്നിവിടങ്ങളിൽ പഠിക്കുന്ന നിരവധി കുട്ടികൾ ഈ റോഡിലൂടെ കടന്നു പോകുന്നുണ്ട്. 100 കിലോവാട്ട് ആംബിയറിൽ 11,000 വോൾട്ട് കറണ്ടാണ് ഇതിലൂടെ പ്രവഹിക്കുന്നത്. സമീപത്ത് വീടുകളുണ്ടെങ്കിലും എപ്പോഴും ആൾക്കാരുടെ ശ്രദ്ധ ഇവിടെ കേന്ദ്രീകരിക്കണമെന്നില്ല. അടിയന്തരമായി സുരക്ഷാ കവചം നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അല്ലാത്ത പക്ഷം ഇവിടെ നിന്നും സുരക്ഷിതമായ മറ്റെവിടെയെങ്കിലും സ്ഥാപിക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട്. നമ്മളുടെ ഈ ട്രാൻസ്ഫോമറിന്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങൾ എല്ലാവരും ഇന്നിവിടെ ഇതിനുവേണ്ടി പ്രതികരിക്കുന്നത്. അതായത് 15 വർഷമായിട്ട് എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ട്രാൻസ്ഫോമർ നമ്മുടെ കീത്തലപ്പടി എന്ന സ്ഥലത്ത് വെക്കാൻ വേണ്ടിയാണ് ഇത് അനുവദിച്ചത്. പക്ഷേ ഇത് അവിടെ വെക്കാതെ മടത്തിലേത്തുപടിക്കലാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് വളരെ അപകട നിലയിലാണ് ഈ ട്രാൻസ്ഫോമർ സ്ഥാപിച്ചിരിക്കുന്നത്. പലതവണ കുട്ടികൾ കുട നിവർത്തി പോകുമ്പോൾ അതിൻ്റെ വയറെ കൊണ്ട് ഈ കുടയെ ടച്ച് ചെയ്യുകയും വയർ വിട്ടു പോവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല പല പ്രശ്നങ്ങൾ. ഇവിടെ ഒരു മാനസിക രോഗമുള്ളൊരു പയ്യനുണ്ട്. പയ്യനാണെങ്കിൽ മിക്കവാറും വന്ന് ഇതിൻ്റെ വയർ ഊരിയിടാനേ ഉള്ളൂ സമയം. 15 വർഷമായി വലിയ അപകടഭീതിയാണ് ട്രാൻസ്ഫോർമർ സൃഷ്ടിക്കുന്നത്. സമീപത്തെ താമസക്കാർക്കെല്ലാം വലിയ ബുദ്ധിമുട്ടുകളാണ് ഇതിലൂടെ ഉണ്ടാകുന്നത്. കീത്തലപ്പടിയിലെ ട്രാൻസ്ഫോമറാണിത്. മടത്തിലേത്തുപടിയിലാണ് വെച്ചിരിക്കുന്നത്. 2ാം വാർഡിലെ മെമ്പർ എന്ന രീതിയിൽ നിരവധി തവണ കല്ലിശ്ശേരി KSEBയിൽ ട്രാൻസ്ഫോമർ മാറ്റി സ്ഥാപിക്കാനായി നിവേദനം നൽകിയതാണ്. വിപത്ത് സംഭവിച്ചിട്ട് മാത്രമേ നടപടിയെടുക്കൂ എന്ന രീതിയിലാണ് ബന്ധപ്പെട്ടവരുടെ നിലപാടെന്നും ആരോപണമുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞാൽ ഈ ട്രാൻസ്ഫോമറാണ് വിഷയം. ശരിക്കും ഇത് അന്ന് ഇവിടെ അല്ല ശരിക്കും ഇത് വരേണ്ടത്. ശരിക്കും കീത്തലപ്പടി എന്നാണ് ഈ ട്രാൻസ്ഫോമർ പേര്. കീത്തലപ്പടി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അവിടെ നിന്ന് ഒരു 50-100 മീറ്റർ അപ്പുറത്താണ്. പക്ഷെ അന്ന് അവിടെ സ്ഥലം കൊടുക്കാതെയോ അവിടെ സ്ഥലം ആൾക്കാർ എതിർത്തുകൊണ്ടോ ആണ് അതിവിടെ കൊണ്ട് വെച്ചത്. ഇവിടെ ആകുമ്പോൾ ശരിക്കും സ്ഥലമില്ല, റോഡിൻ്റെ എഡ്ജിലാണ് നിൽക്കുന്നത്. അപകട സാധ്യത ഏറ്റവും കൂടിയ ഒരു ഏരിയ ആണ്. ഒന്നാമത്. രണ്ടാമത് ഏറ്റവും താഴെയാണ് ഇതിൻ്റെ ഫീസും കാര്യങ്ങളും കൊണ്ട് വെച്ചിരിക്കുന്നത്. കൊച്ചു പിള്ളേരൊന്ന് തട്ടി വീണാൽ പോലും ചിലപ്പോൾ ഫീസ് കയറിയാൽ അവിടെ ഉണ്ടാകും. കുറച്ച് നാൾ മുമ്പ് ഇവിടെ ഒരു മാനസിക പ്രശ്നമുള്ളൊരു പയ്യനുണ്ടായിരുന്നു. അവൻ്റെ സ്ഥിരം പരിപാടിയായിരുന്നു ഇതിൻ്റെ ഫീസ് തല്ലി പൊട്ടിക്കുക, ഫീസെല്ലാം ഊരി മാറ്റുക. അന്ന് ഞങ്ങൾ ഈ പരാതി പറഞ്ഞ മെമ്പർ ഉൾപ്പെടെ ഈ പരാതികൾ പറഞ്ഞ് ഇവിടെ വന്ന് അവർ നോക്കുകയും വേറെ സ്ഥലം കിട്ടിയാൽ ഇത് മാറ്റാമെന്നും, അല്ലെങ്കിൽ ഞങ്ങളിത് കമ്പിവേലി വെച്ച് സംരക്ഷിച്ചോളാം, ഈ മീറ്ററും ഇതെല്ലാം പൊക്കിക്കൊണ്ട്. കാരണം വെള്ളം പൊങ്ങുന്ന ഏരിയയാണ്. വെള്ളം പൊങ്ങിയാൽ ഈ ഫീസ് വരെ മുങ്ങുന്ന ഒരു, കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിനൊക്കെ ഫീസ് വരെ മുങ്ങുന്ന ഒരു സ്റ്റേജിലേക്കാണ് പോകുന്നത്. ഇവിടെ കൊച്ചുകുട്ടികൾക്ക് വരെ അപകടം സംഭവിക്കാൻ പാകത്തിലാണ് ട്രാൻസ്ഫോർമറും ഫ്യൂസും സ്ഥാപിച്ചിരിക്കുന്നത്. യാത്രക്കാർക്ക് സുരക്ഷ ഒരുക്കാനായി കമ്പിവേലിയുമില്ല. ട്രാൻസ്ഫോർമർ മാറ്റി സ്ഥാപിക്കണമെന്നാണ് അപേക്ഷ. അല്ലെങ്കിൽ കമ്പിവേലി കെട്ടി സംരക്ഷിക്കാനുള്ള നടപടിയെങ്കിലും ഉണ്ടാകണം. ഇവിടെ ഞങ്ങളുടെ വീടിനോട് തൊട്ട് ചേർന്നാണ് കീത്തലപ്പടി എന്ന ബോർഡ് വെച്ചിരിക്കുന്ന ട്രാൻസ്ഫോമർ ഇവിടെ ഉള്ളത്. ഈ ട്രാൻസ്ഫോമർ ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് കാരണം വളരെയധികം ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ നേരിടുന്ന ഒരു സാഹചര്യത്തിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എനിക്കിവിടെ കുഞ്ഞു കുട്ടികളുള്ളത് കൊണ്ട് ട്രാൻസ്ഫോമർ അടുത്തുള്ള നമുക്ക് ഗേറ്റ് പോലും തുറക്കാൻ ചില സമയത്ത് പേടിയാണ്. കാരണം പിള്ളേർ ഓടിച്ചെന്ന് അതിൻ്റെ പിടിക്കാൻ പോകുന്ന പോലൊക്കെ പെട്ടെന്ന് ഓടുന്നതുകൊണ്ട് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. അതുപോലെ ചില സമയത്ത് ഈ ട്രാൻസ്ഫോമറിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന പോലെ, തീപ്പൊരി പോലെ ഇങ്ങനെ വരികയും ഭയങ്കര സൗണ്ട് വരികയൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ഇതിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്നുണ്ട് വളരെയധികം ബുദ്ധിമുട്ട് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ ഈ ട്രാൻസ്ഫോമർ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റി തരണമെന്നുള്ള അഭ്യർത്ഥനയാണ് ഈ നാട്ടുകാർ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, ചെങ്ങന്നൂർ.